ഹായ്, വെൽക്കം ടു IELTS മലയാളം വിത്ത് ശാലിനി ആൻഡ് ഫ്രീ ഇംഗ്ലീഷ് ഹബ്. നിങ്ങൾക്ക് IELTSൽ ഹൈ ബാൻഡ് സ്കോർ നേടണമോ? എങ്കിൽ ഇന്നത്തെ ട്രിക്ക് മിസ് ചെയ്യരുത്. ഓക്കെ, നമുക്കിന്ന് റീഡിങ്ങിനകത്ത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോട്ട് ഗിവൺ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എല്ലാ ദിവസവും IELTS 4 മോഡ്യൂളിലെ ഓരോ ടിപ്സുമായിട്ട്, അതേപോലെ ഗ്രാമറിന്റെ ഒരു ടിപ്പുമായിട്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് അന്നേരം നോട്ടിഫിക്കേഷൻ വരും. എവറിഡേ 5 PM ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങളോട് നോക്കി, IELTS റീഡിങ്ങില് കുട്ടികളെ വളരെയധികം കുഴപ്പിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആൻഡ് യെസ് നോട്ട് ഗിവൺ. ഇത് ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷെ സ്ലൈറ്റ് ഡിഫറൻസ് അവിടെ ഉണ്ട്. അത് നമുക്ക് ആ വ്യത്യാസം ഉദാഹരണങ്ങൾ സഹിതം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോട്ട് ഗിവൺ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞാല് പാസേജിലെ ഫാക്ട്, വസ്തുതകളെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. യെസ് നോട്ട് ഗിവൺ പാസേജിൽ റൈറ്റേഴ്സ് ഒപ്പീനിയൻ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ക്ലെയിം, എഴുത്തുകാരന്റെ അഭിപ്രായത്തെ ബേസ് ചെയ്താണ് വരുന്നത്. ഇത് തമ്മിൽ ആ വ്യത്യാസമേ ഉള്ളൂ, കണ്ടുപിടിക്കുന്നത് സെയിം ആയിട്ടാണ്. അത് ഞാൻ കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് യെസ് നോട്ട് ഗിവൺ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ താഴെ കാണും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റില് സെയിം ആണെങ്കിൽ യെസ്, തെറ്റിച്ചാണെങ്കിൽ ഫോൾസ്, ആ ഇൻഫർമേഷൻ അവിടെ ഇല്ലെങ്കിൽ നോട്ട് ഗിവൺ. ഇത് മൂന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ താഴെയായിട്ട് അവർ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് മൂന്നും മാത്രം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് അത് ശരിയാകില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോയും നോട്ട് ഗിവണും സെയിം ആണ്. തെറ്റെന്ന് പറയുന്നതും തന്നിട്ടില്ലെന്ന് പറയുന്നതും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതേസമയത്ത് യേസും നോട്ട് ഗിവണും തമ്മി അത് മാറിപ്പോകാം. അത് എന്താണെന്ന് ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ അത് കറക്റ്റ് ആ മാർക്ക് മുഴുവൻ കിട്ടും, ഒരെണ്ണം പോലും തെറ്റില്ല. ഓക്കെ, അപ്പൊ നോ കവേഴ്സ് നോ ആൻഡ് നോട്ട് ഗിവൺ. ഈ നോ എന്ന് പറയുന്നതിനകത്ത് കവർ ചെയ്യുക മീൻസ് ഇൻക്ലൂഡ് ചെയ്യുക. ഏതൊക്കെയുണ്ട്? നമ്മൾ മനസ്സിലാക്കുന്ന നോയും ഉണ്ട്, നോട്ട് ഗിവണും ഉണ്ട് നോ എന്ന് പറയുന്നതിനകത്ത്. അതായത് ഇഫ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ്, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് നോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റില് ഇല്ലെങ്കിൽ, അക്കോർഡിംഗ് ടു ടെസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എങ്കിൽ ആൻസർ എന്തെഴുതും? നോ അല്ലെങ്കിൽ ഫോൾസ്. ആൻസർ നോ അല്ലെങ്കിൽ ഫോൾസ്. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് കോൺട്രഡിക്ട്സ് ദ ഇൻഫർമേഷൻ ഇൻ സം വേ. ഏതെങ്കിലും തരത്തിൽ അത് കോൺട്രഡിക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ്? നോ. തെറ്റിച്ച് പറയുന്നത്, കോൺട്രഡിക്ട് ചെയ്ത് പറയുന്നത് നോ. ഇനി there is no information about the statement in the passage. There is no information about the statement in the passage. അതാണ് നോട്ട് ഗിവൺ. ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പാസേജിൽ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അത് നോട്ട് ഗിവൺ. അപ്പൊ മനസ്സിലായല്ലോ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോ അല്ലെങ്കിൽ ഫോൾസ്. ഈ ഇൻഫർമേഷൻ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഇൻഫർമേഷൻ ടെക്സ്റ്റിൽ ഇല്ല എങ്കിൽ അത് നോട്ട് ഗിവൺ, തന്നിട്ടില്ല. എപ്പോഴും സ്റ്റേറ്റ്മെന്റിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. സ്കിമ്മിങ് സ്കാനിങ് സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ സെന്റൻസ് എവിടെയാണെന്ന് നോക്കിയിട്ട് മിക്കവാറും ടെസ്റ്റ് ഓർഡർ കീപ്പ് ചെയ്യും, അവിടെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞുതരാം, അതിന്റെ കുറച്ചുകൂടെ ക്ലൂസ്. അപ്പൊ ഈ 2 ആസ്പെക്ട്സ് ആണ്, ഈ നോ എന്ന് പറയുന്ന ഈ 2 ആസ്പെക്ട്സ് ആണ് ഏതൊക്കെയായിട്ട് മാറുന്നത്? നോയെ നോട്ട് ഗിവൺ. ദീസ് 2 ആസ്പെക്ട്സ് ഓഫ് നോ then become separate items, no and not given. Contradicts the information no, there is no information not given. ഇനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഇൻഫർമേഷൻ ആണെങ്കിൽ നോട്ട് ഗിവൺ, അതും നിങ്ങൾക്കറിയാം. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. A no statement contradicts the information in passage in 3 ways. 3 തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ച് എവിടെ പറയാം? പാസേജിൽ ഉണ്ടാകാം. മനസ്സിലായേ? നോ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ട്സ് ദ ഇൻഫർമേഷൻ ഇൻ പാസേജ് ഇൻ 3 ways. 3 തരത്തിൽ ആ പാസേജിലെ ഇൻഫർമേഷൻ അത് തെറ്റിച്ച് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന്, മേ ബി ദ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഒറിജിനൽ ടെസ്റ്റ്. അതായത് ഇപ്പൊ സ്റ്റേറ്റ്മെന്റില് രാമൻ സൗത്തിലേക്ക് പോകുന്നതായിരിക്കും, ടെസ്റ്റില് രാമൻ നോർത്തിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ സൗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ കിടക്കുന്ന നോർത്ത്. അപ്പൊ ഒന്ന് ഓർക്കുക, സ്റ്റേറ്റ്മെന്റിലെ വേർഡിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് അവിടെ കാണും. ഇനി രണ്ടാമത്തെ, അതായത് ടെസ്റ്റ് സേസ് നോർത്ത് ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് സേസ് സൗത്ത്. ഇനി സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് ദ മീനിങ് ഇൻ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിലെ വേർഡിന്റെ മീനിങ് ആകാം,
സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന വേർഡ് അവിടെ ടെസ്റ്റിലെ വേർഡിന്റെ ഓപ്പോസിറ്റ് ആകാം, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മീനിങ് ആകാം, നെഗറ്റീവ് മീനിങ് ആകാം. അതായത് ഇപ്പൊ നമ്മൾ നോക്കാം, ടെസ്റ്റിനകത്ത് ടൂറിസം ഹാസ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റില് ടൂറിസം ഹാസ് എ ലോട്ട് ഓഫ് ഡിമെറിറ്റ്സ് എന്നായിരിക്കും. ശരിക്കും ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസിന്റെ ഓപ്പോസിറ്റ് വരണമെങ്കിൽ എന്ത് വരണമായിരുന്നു? ഡിസഡ്വാൻറ്റേജസ്. പക്ഷെ അഡ്വാൻറ്റേജസിന്റെ മീനിങ് ആയ മെറിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻഡയറക്റ്റ് ഓപ്പോസിറ്റ് വരാം, വേർബിന്റെ മീനിങ്ങിന്റെ ഓപ്പോസിറ്റ് അവിടെ വരാം. ഓക്കെ, അപ്പോഴും അത് ഫോൾസ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് രണ്ടും ആയിരിക്കത്തില്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ സെയിം ആസ് എ ഇൻഫർമേഷൻ ദ ടെക്സ്റ്റ്. വേറെ ഏതെങ്കിലും തരത്തിൽ അത് തെറ്റിച്ചവിടെ പറയാം, നെഗറ്റീവ് വേർഡ്സുകൾ ഉപയോഗിച്ച്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, നിഗ്ലക്റ്റസ്, എനി അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസ് അവിടെ വരാം. ഒൺലി ഒക്കെ ചേർത്ത് വരുമ്പോൾ അത് ഫോൾസ് ആയിട്ട് വരും. ബട്ട് ഡയറക്റ്റ് ഓപ്പോസിറ്റ്, ഇൻഡയറക്റ്റ് ഓപ്പോസിറ്റ്, വേറെ ഏതെങ്കിലും തരത്തിൽ അത് ഓപ്പോസിറ്റ് ആയിട്ട് വരാം. പിന്നെ നോ ഇൻഫർമേഷൻ ആണെങ്കിൽ ടെസ്റ്റിൽ ഇപ്പൊ ഒരു പ്ലാന്റ്സിന്റെ പല പാർട്സ് അതിനകത്ത് എല്ലാം പറയുന്നുണ്ട്, ലീഫിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. കുട്ടികൾ ഓർക്കും ഒരു പൂവിന്റെ നിറം പറയുമ്പോഴോ അല്ലെങ്കിൽ ലീഫിന്റെ ഒരു ഷേപ്പ് പറയുമ്പോഴോ പെട്ടെന്ന് ഇതവിടെ ഉള്ളതാണെന്നോർത്ത് ട്രൂ എഴുതി വെക്കും. പക്ഷെ ആ ഒരു കാര്യം മാത്രം ടെസ്റ്റിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുകയല്ല. അപ്പൊ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ട് ആ കീവേഡ്സിന്റെ സിനോണിംസ്, എപ്പോഴും സിനോണിംസ് ആയിരിക്കും കിടക്കുന്നത്. സിനോണിം വൈസ് ടെസ്റ്റിൽ നോക്കുക. ഇപ്പൊ ഒരു 5 കീവേഡ് ഉണ്ടെങ്കിൽ 2 നിങ്ങൾക്ക് അറിയാവുന്ന കീവേഡ് അവിടെ കാണും. ബാക്കി 3 ആയിരിക്കും എന്ത് വരുന്നത്? സിനോണിം വരുന്നത്. അപ്പൊ അത് വെച്ച് ക്ലൂ വെച്ച് കണ്ടുപിടിക്കാം. ഇപ്പൊ എപ്പോഴും ഓർക്കുക, ടെസ്റ്റിലെ സ്റ്റേറ്റ്മെന്റില് ആ മീനിങ് അതേ തരത്തില് സ്റ്റേറ്റ്മെന്റ് അവിടെ ടെസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ട്രൂ, സ്റ്റേറ്റ്മെന്റില് തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് ഫോൾസ്, ആ ഇൻഫർമേഷൻ ടെസ്റ്റിൽ ഇല്ലെങ്കിൽ അത് നോട്ട് ഗിവൺ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, ഏസ് നോട്ട് ഗിവൺ ചെയ്യുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. എന്താണെന്നറിയാമോ? ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കുക ഓർഡറിൽ. ആ സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലാക്കി അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോന്നും ആ ഓർഡറിലായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതിന്റെ ആൻസർ മനസ്സിലാക്കുക, ടെസ്റ്റിലേക്ക് നോക്കുക, പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പൊ ശരിക്കും റീഡ് ദ സ്റ്റേറ്റ്മെന്റ്, ടെക്സ്റ്റിൽ നോക്കുക, വേഗം ആൻസർ എഴുതുക. അതല്ല, വീണ്ടും നിങ്ങൾ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയാൽ യു മേ ഗെറ്റ് ദ റോങ് ആൻസർ. അതായത് ഇഫ് യു റീഡ് ദ സ്റ്റേറ്റ്മെന്റ്, ദ ടെക്സ്റ്റ് ആൻഡ് ദെൻ ദ സ്റ്റേറ്റ്മെന്റ് അഗെയിൻ, യു മേ ഗെറ്റ് ദ റോങ് ആൻസർ. മിക്കവാറും അങ്ങനെയായിരിക്കും. കുട്ടികൾ സ്റ്റേറ്റ്മെന്റ് നോക്കും, എന്നിട്ട് ടെസ്റ്റിൽ നോക്കും. അപ്പൊ ആൻസർ ഇപ്പൊ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ മനസ്സിൽ തോന്നിയെങ്കിൽ ഒന്നോടെ നോക്കിയേക്കാം എന്നോർത്ത് തിരിച്ചെങ്ങോട്ട് വരും? സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാൻ വരും. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തെറ്റായിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ എന്താണേലും സ്റ്റേറ്റ്മെന്റ് നോക്കുക, മനസ്സിലാക്കുക, ആ ഭാഗം എവിടെയാണ് ടെസ്റ്റിലുള്ളത് നോക്കുക, എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആൻസർ അത് അവിടെ എഴുതി വെക്കുക. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടെസ്റ്റില് ദ പ്രൈസ് വിൽ ഫോൾ സൂൺ, ഒരു സെന്റൻസ് ഇങ്ങനെയാണ്, ദ പ്രൈസ് വിൽ ഫോൾ സൂൺ. സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദ പ്രൈസ് വിൽ ഗോ ഡൗൺ. അതിന്റെ കീവേഡ് നോക്കുക, സ്റ്റേറ്റ്മെന്റിലെ വേർഡിന്റെ പ്രൈസ് വിൽ ഗോ ഡൗൺ, വില കുറയും. ടെസ്റ്റിൽ എന്താണ്? ദ പ്രൈസ് വിൽ ഫോൾ സൂൺ. നോർമലി അതിന്റെ ആൻസർ എന്താണ്? ട്രൂ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നോക്കി, ടെസ്റ്റ് നോക്കി, ആൻസർ എന്താണ്? ട്രൂ. വില കുറയുമെന്ന് അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ തിരിച്ചിട്ട് നോക്കിക്കേ. ഇപ്പൊ ഞാൻ ടെസ്റ്റില് ദ പ്രൈസ് വിൽ ഫോൾ സൂൺ, സ്റ്റേറ്റ്മെന്റ് ദ പ്രൈസ് വിൽ ഗോ ഡൗൺ എന്നാ പറഞ്ഞു. ഇനി തിരിച്ചതിട്ട് നോക്കിക്കേ. ടെസ്റ്റില് ദ പ്രൈസ് വിൽ ഗോ ഡൗൺ, സ്റ്റേറ്റ്മെന്റില് ദ പ്രൈസ് വിൽ ഫോൾ സൂൺ. കുട്ടികളെ ശരിയാണെന്ന് പറയും, ഒരു വ്യത്യാസവും ഇല്ല, ഇതും ഫോൾസ് ആണെന്ന് ചിലപ്പോൾ അല്ല ട്രൂ ആണെന്ന് പറയും എന്നൊക്കെ പറയും. നിങ്ങൾ ഇവിടെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് നോക്കുക, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. അല്ലാതെ ടെസ്റ്റിലെ കാര്യമല്ല എവിടെ ഉണ്ടോ നോക്കേണ്ടത്, ഇപ്പുറത്തുണ്ടോ നോക്കുന്നത്. അപ്പൊ അവര് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റില് അതായത് ഉണ്ടോ എന്നോ ഇല്ലയോ എന്നോ തന്നിട്ടില്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ടെസ്റ്റില് ദ പ്രൈസ് വിൽ ഗോ ഡൗൺ, സ്റ്റേറ്റ്മെന്റില് ദ പ്രൈസ് വിൽ ഫോൾ സൂൺ. ഏതാണ് ആദ്യം നോക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ്. അവിടെ എന്താണ്? ദ പ്രൈസ് വിൽ ഫോൾ സൂൺ. പ്രൈസ് ഉണ്ട്, വിൽ ഫോൾ സൂൺ ഉണ്ട്, കീവേഡ് ഫോൾ സൂൺ. ടെസ്റ്റിൽ എന്താണ്? ദ പ്രൈസ് വിൽ ഗോ ഡൗൺ. ഉടനെ അങ്ങോട്ട് നോക്കുക, ഇത് മനസ്സിൽ വെച്ചോണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? നോട്ട് ഗിവൺ വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? തിരിച്ചിങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. ശരിയാണ്, എല്ലാം ഒരുപോലെയാണല്ലോ എന്ന് തോന്നും. ഇത് എന്തുകൊണ്ടാണ്? ഇവിടെ വില പെട്ടെന്ന് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അവിടെ വില എന്തേ പറഞ്ഞിട്ടുള്ളൂ? കുറയുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് കുറയുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സൂൺ പെട്ടെന്നുള്ള ഒരു ആശയം ഇവിടെ ഇല്ല. അതുകൊണ്ട് അതെന്തായി? നോട്ട് ഗിവൺ. അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിൽ പോലും എന്താകാം? നോട്ട് ഗിവൺ ആകാം. ദ പ്രൈസ് വിൽ ഫോൾ സൂൺ, പെട്ടെന്ന് കുറയും. അപ്പൊ അവിടെ വില കുറയുന്നേ ഉള്ളൂ. അതേസമയത്ത് മുകളിലത്തെ കാര്യത്തിൽ നമുക്കത് കുഴപ്പമില്ല. അവിടെ പ്രൈസ് വിൽ ഫോൾ സൂൺ എന്ന് പെട്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, സ്റ്റേറ്റ്മെന്റിൽ വില കുറയുന്നേ ഉള്ളൂ. അത് നമുക്ക് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അറിഞ്ഞേച്ചാൽ മതി. മനസ്സിലായി? അതാണ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, ടെസ്റ്റ് നോക്കുക, വേഗം ആൻസർ എഴുതുക. വീണ്ടും സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തെറ്റിച്ചുള്ള ആൻസർ കിട്ടുമെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ടെസ്റ്റിനകത്ത് രാമ വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് യെസ്റ്റർഡേ. രാമൻ അവന്റെ അമ്മാവന്റെ വീട്ടിൽ രാമ വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് യെസ്റ്റർഡേ. തിരിച്ച് സ്റ്റേറ്റ്മെന്റില് രാമ വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ്. അപ്പോ ആൻസർ എന്താണ്? അവിടെ എന്താണ്? രാമ വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് എന്ന് മതി. അവന്റെ അമ്മാവന്റെ വീട്ടിൽ പോയി, അവിടെ അതുണ്ട്. യെസ്റ്റർഡേ ഒന്നും നമുക്ക് നോക്കണ്ട, പോയെന്നുള്ള കാര്യം അവിടെ മതി. തിരിച്ച് സ്റ്റേറ്റ്മെന്റിൽ രാമ വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് യെസ്റ്റർഡേ എന്നും ടെസ്റ്റില് രാമ വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ് എന്നും ആണെങ്കിലോ ഇന്നലെ പോയെന്നുള്ളത് എവിടെ ഇല്ല? ടെസ്റ്റിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ എന്താവും? നോട്ട് ഗിവൺ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ നേരിയ വ്യത്യാസത്തില്, നേരിയ മീനിങ് ഡിഫറൻസിലായിരിക്കും എന്താവുന്നത്? നോട്ട് ഗിവൺ. അപ്പൊ ട്രൂ വളരെ എളുപ്പമാണ്. അതേപോലെ അവിടെ ആൻസർ കാണും, ടെസ്റ്റിൽ കാണും. സിനോണിംസ് അറിയാമെങ്കിൽ കറക്റ്റ് ആകും. ഫോൾസ് 3 തരത്തിലാകും. കോൺട്രഡിക്റ്റ് ചെയ്യാം, ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആകാം, ഇൻഡയറക്റ്റ് ഓപ്പോസിറ്റ് ആകാം, വേറെ ഏതെങ്കിലും തരത്തിലാകാം. നോട്ട് ഗിവൺ ആണെങ്കിൽ ആ ഇൻഫർമേഷൻ ടെസ്റ്റിൽ ഉണ്ടാകില്ല. ഓക്കെ, ഇനി ഞാൻ 2-3 എക്സാമ്പിൾസും കൂടെ നിങ്ങൾക്ക് പറയാം ഒന്നുകൂടെ മനസ്സിലാകാനായിട്ട്. ഓക്കെ, ഒരു 2 സെന്റൻസ് ഞാൻ വായിക്കാം. The Eiffel Tower is located in Paris. It was built in 1889 for the World's Fair. The tower is 324 meters tall. ഓക്കെ, 2-3 സെന്റൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി ഞാൻ ക്വസ്റ്റ്യൻ തരാം. അതായത് ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. The Eiffel Tower is in Paris. ഈഫൽ ടവർ പാരീസ്, അതാണ് അതിനകത്തെ കീവേഡ്സ്. ആൻസർ എന്താണ്? ഈഫൽ ടവർ പാരീസിലാണെന്ന് പാസേജിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് സത്യമാണ്, ട്രൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. The Eiffel Tower was built in 1989. ഈഫൽ ടവർ built 1989. ഇവിടെ അവര് 1989-ൽ പണിതു എന്നാണ് പറയുന്നത്. പാസേജിൽ അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇയർ എന്താ പറഞ്ഞിരിക്കണേ? 1889. അപ്പൊ അതെന്താണ് ആൻസർ? ഫോൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. The Eiffel Tower is the tallest building in Europe. The Eiffel Tower is the tallest building in Europe. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ഈഫൽ ടവർ എന്ന് പറയുന്നു. ആ ഒരു കാര്യം അവിടെ സൂചിപ്പിച്ചിട്ടില്ല. ആ 3 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഏതില്ല? ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആ ടെസ്റ്റിൽ അവിടെ ഇല്ല. അതുകൊണ്ട് അത് എന്താണ്? നോട്ട് ഗിവൺ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ ഞാൻ തരാം. ഇത് കേൾക്കുക. Some people believe that online learning is more effective than classroom learning. Some people believe that online learning is more effective than classroom learning. However, others argue that face-to-face classes help students more. However, others argue that face-to-face classes help students more. Okay, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ടെസ്റ്റ്. The writer believes online learning is more effective. എന്താണ്? എഴുത്തുകാരൻ ഫേസ് ടു ഫേസ് ലേണിംഗ് നല്ലതെന്ന് പറയുന്നു. ഓൺലൈൻ ലേണിംഗ് അല്ല, ആണോ? അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? നോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Some people think online learning is more effective. പാസേജില് some people believe എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ലേണിംഗ് മോർ ഇഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ആൻസർ എന്താണ്? യെസ്. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ തരാം. Everyone agrees that online learning is the best. ഒരിക്കലും എല്ലാവരും സമ്മതിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? Everyone agrees online learning is the best എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആൻസർ എന്താണ്? നോട്ട് ഗിവൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിംപ്ലി ഈ 3 കാര്യങ്ങൾ ഓർക്കുക.
യെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുമ്പോൾ അത് അവിടെ തന്നെ സ്റ്റേറ്റ്മെന്റിലെ കാര്യം അവിടെ ടെസ്റ്റിലുണ്ടാവും. നോ എന്ന് പറയുമ്പോൾ കോൺട്രഡിക്സ് ദ ഇൻഫർമേഷൻ ആണ്. 3 തരത്തിൽ വരാം. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, വേറെ ഏതെങ്കിലും തരത്തില് തെറ്റിച്ച് അവിടെ പറയാം. നോട്ട് ഗിവൺ എന്ന് പറയുമ്പോൾ ആ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന കാര്യം ടെസ്റ്റിൽ ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ അടുത്ത ക്ലാസ്സില് ഫുൾ കോൺഫിഡൻസ്, അതായത് IELTS ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി മലയാളം ടിപ്സ് നിങ്ങൾക്കായി ഞാൻ ഇതിനകത്തൂടെ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.